ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവിലുള്ള ഒരു ടോപ്പാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 പീസ് തുണി എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒന്ന് നോക്കാം. ലെങ്ത്ത് വന്നിട്ടുള്ളത് 16 ഇഞ്ചാണ്. 15 ഇഞ്ചാണ് നമുക്ക് ടോപ്പിന് വേണ്ടത്. 1 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 16 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നീളത്തിലും വീതിയിലുമുള്ള ഒരു 2 പീസ് തുണി നമ്മളെടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ചിൽ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഷോൾഡർ ഒരു 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ആ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 5 ഇഞ്ച് ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു ബോക്സ് പോലെ വരയ്ക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അളവ് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പിൻ്റെ അളവ് ഒരു 7 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു 3 ലൈനുകളും കൂടെ നമുക്ക് ഒരുമിച്ച് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആം ഹോളും ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതുപോലെ തന്നെ നെക്കും ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് വരച്ച് വെക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെയുള്ള ലൈനിങ്ങും കട്ട് ചെയ്യണം. സെയിം അളവിൽ തന്നെ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുത്ത് മാറ്റാം. ഫ്രണ്ട് പീസ് എടുത്ത് മാറ്റാം. ബാക്ക് പീസാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ലൈനിങ് വെച്ചതിന് ശേഷം കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഹുക്ക് പിടിപ്പിക്കാനായിട്ടാണ് ആ സെൻറ്റർ അവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടും. ആ 2 പീസും നമുക്ക് ലൈനിങ് ഇട്ടിട്ട് അടിച്ച് മറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ 2 പീസാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പീസ് തുണിയും കൊണ്ട് നമുക്ക് വേണം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട്. അപ്പോൾ ഫ്രില്ല് വെക്കാനായിട്ടുള്ള ഒരു പീസ് തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 40 ഇഞ്ചാണ്. ഒരു സൈഡ് 20 ഇഞ്ച്, മറ്റേ സൈഡും കൂടെ കൂട്ടുമ്പോൾ മൊത്തം 40 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ചെങ്കിലും ഉള്ള ഒരു പീസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ അത് അരികെ മടക്കി അടിച്ച് മുകളിൽ തയ്യൽ തുമ്പും പോയി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഞാൻ താഴെ ഒന്ന് വിരിച്ചിടുകയാണ്. നല്ല വശമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരേപോലെ വെച്ചതിന് ശേഷം ആം ഹോളും നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരേ കളറുള്ള തുണി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കും ഒന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടിൻ്റെയും ഷോൾഡർ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക. ആം ഹോളിലും അതുപോലെ നെക്കിലും ചെറിയ കട്ടിങ് കൊടുക്കുക. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് തിരിഞ്ഞു വരികയുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു പിടുത്തം വരും. നമ്മൾ ഇത് പീസ് തിരിച്ചിട്ട് കഴിയുമ്പോൾ ഈ ഒരു പീസ് നമ്മളിപ്പോൾ തിരിച്ചിടുന്നില്ല, അതുപോലെ തന്നെ വെക്കുകയാണ്. കാരണം നമുക്ക് ഇതിനകത്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി ഇതിപ്പോൾ നമ്മുടെ ബാക്ക് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു സ്ക്വയർ പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് വെച്ച പോലെ തന്നെ ബാക്ക് പീസ് 2 എണ്ണം ഒരേ ലെവലിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പീസിൻ്റെയാണ് ഞാനിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. മറ്റേ പീസും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ 2 സൈഡിലും നമുക്ക് ഹുക്ക് വെക്കാനും അതുപോലെ ഐ വെക്കാനുമുള്ള 2 പടികൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം പല ഉടുപ്പിൻ്റെ ഫ്രോക്കിൻ്റെയൊക്കെ ആയാലും വീഡിയോയിൽ ഈ ഹുക്കും ഐയും വെക്കാനുള്ള പടി പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇതിൻ്റെ ആം ഹോള് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആവശ്യമില്ലാത്ത പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആം ഹോളിൻ്റെ അവിടെ നിന്നും സൈഡിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി എടുക്കാം. എന്നിട്ട് ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം
ഇത് നമുക്ക് തിരിച്ചിടാം. ഈ ഒരു പീസ് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസാണ് ഇവിടെ ഇരിക്കുന്നത്. ബാക്ക് പീസിന് ഞാൻ എല്ലാം ചെയ്ത് തിരിച്ചിട്ട് പടിയെല്ലാം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് അതിരിക്കുന്നത്. 2 സൈഡിലേക്കുള്ള പീസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ ജോയിൻറ്റ് കാണാത്ത രീതിയിൽ നമുക്കിത് വെക്കണം. അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് നമ്മളിങ്ങനെ ഇതുപോലെ പൊക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഹോള് കണ്ടോ, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ഷോൾഡർ നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തില്ലായിരുന്നു, അപ്പോൾ ആ ഒരു ഹോള് പോലെ അവിടെ വരും. അതിലേക്ക് നമ്മുടെ ബാക്ക് പീസിൻ്റെ ആ ഷോൾഡർ കയറ്റി ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി. ബാക്ക് പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും മുകളിലും താഴെയുമായിട്ട് വരണം. അതുപോലെ തന്നെ ലൈനിങ് മുകളിലും താഴെയായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് തിരിഞ്ഞു പോവും. അപ്പോൾ ആ 2 ഹോളിൽ കൂടി 2 ആം ഹോൾ ഞാൻ കയറ്റി എടുത്തിട്ടുണ്ട് ബാക്ക് പീസിൻ്റെ. അതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിവർത്തിയിട്ട് കഴിയുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഷോൾഡർ തയ്യൽ തുമ്പ് കാണാതെ കിട്ടും. ഇനിയിപ്പോൾ ഫ്രണ്ട് പീസാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ്ങും തമ്മിൽ നമ്മൾ ചേർത്ത് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം അതൊന്ന് ചേർത്ത് അടിച്ചെടുക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മെയിൻ ക്ലോത്ത് ലൈനിങ്ങോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമ്മുടെ യോക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വരയ്ക്കില്ല, അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു ചെറിയൊരു യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആം ഹോളിൻ്റെ അവിടുന്ന് ഷോൾഡറിൻ്റെ അവിടുന്ന് നേരെ ഒരു 5 ഇഞ്ച് താഴെ തൊട്ടാണ് നമ്മൾ ആ ഒരു ലൈൻ പോയിരിക്കുന്നത്. 2 സൈഡിലും 5 ഇഞ്ച് ഷോൾഡറിൻ്റെ ജോയിൻറ്റിൽ നിന്ന് ഒരു 5 ഇഞ്ച് താഴെ വരെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 ഷോൾഡറിലേക്കും ഇതുപോലെ വരച്ചെടുക്കുക. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പോയിൻറ്റിൽ ആ ഒരു ലൈനിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല കൃത്യമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ പീസ് എടുത്തേക്കണം. അതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് അളന്ന് നോക്കുകയാണ്. ഏകദേശം ഒരു 13.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി അടിക്കുകയാണ്. താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ്. താഴേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് 1/4 ഇഞ്ച് മടക്കി അടിക്കണം. എന്നിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. അതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു 13.5 ഇഞ്ചിൽ കിട്ടണം. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഏകദേശം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് അഴിച്ചിട്ടാൽ മതി. 2 സൈഡിൽ നിന്ന് ഓരോ പ്ലേറ്റ് അഴിച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇങ്ങനെയല്ല നമ്മൾ പിടിപ്പിക്കുന്നത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും ഈ ഒരു പീസിൻ്റെ നമ്മളിപ്പോൾ ഫ്രില്ലിട്ടെടുത്ത പീസില്ലേ, ആ പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ വരികയുള്ളൂ. താഴേക്ക് നമുക്ക് ഇതിങ്ങനെ താഴേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫ്രില്ല് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനാണ് ലൈന് കറക്റ്റായിട്ട് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേരിയേഷൻസ് ഒന്നും വരില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി വേണ്ടത് താഴേക്ക് ഈ ഫ്രില്ല് പിടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ പതിച്ചടിച്ചെടുക്കുമ്പോൾ അതങ്ങ് താഴേക്ക് ഇങ്ങനെ പതിഞ്ഞിരുന്നോളൂ. ഇനി നമുക്കിപ്പോൾ അടിച്ച ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് മറയ്ക്കാനായിട്ട് നമുക്കൊരു ചെറിയ ലേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വെള്ള കളറുള്ള ഒരു ലേസ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലേസിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ സൈഡും ജോയിൻ ചെയ്ത് അതുപോലെ തന്നെ താഴ്ഭാഗവും മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ ഇത്. 1 മീറ്റർ കൂടുതൽ തുണിയൊന്നും നമുക്കിതിന് ആവശ്യമില്ല. ഏകദേശം ഒരു 3/4 മീറ്റർ ധാരാളം മതിയാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.